പ്രധാനമന്ത്രി പദത്തിൽ 10 വർഷം പൂർത്തിയാക്കി നരേന്ദ്രമോദി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണകാലം അടയാളപ്പെടുത്തുന്നത് അഭൂതപൂർവമായ ആഗോള അംഗീകാരങ്ങളോടെയാണ്. വികസിത് ഭാരതം എന്ന ലക്ഷ്യം മുൻനിർത്തി അദ്ദേഹം നടപ്പിലാക്കിയ സജീവമായ വിദേശ നയം ലോകമെമ്പാടും ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിച്ചു. ലോകരാജ്യങ്ങൾ നൽകുന്ന എണ്ണമറ്റ ബഹുമതികൾ ഈ വളർച്ചയുടെ പ്രതീകമായി നിലകൊള്ളുന്നു. പ്രധാനമന്ത്രി മോദിയുടെ ഈ ആഗോള സ്വീകാര്യത മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള ലോക നേതാക്കൾക്കിടയിൽ പോലും അസൂയയ്ക്ക് കാരണമായിട്ടുണ്ടെന്നത് ശ്രദ്ധേയമാണ്. അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ കേവലം ബഹുമതികൾ എന്നതിലുപരി ഒരു രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെയും ഒരു നേതാവിന്റെ നയതന്ത്ര വിജയത്തിന്റെയും ശക്തമായ അളവുകോലാണ്. ഗൾഫ് രാജ്യങ്ങൾ, ജനാധിപത്യ രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഈ ആദരവുകൾ ഇന്ത്യയുടെ നിഷ്പക്ഷമായ വിദേശ നയത്തിൽ നിന്നും ഒരു ആഗോള മധ്യസ്ഥൻ എന്ന നിലയിലും അതിന്റെ പങ്കിന് ലഭിക്കുന്ന വിശാലമായ സ്വീകാര്യതയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി മോദിക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച 29 പരമോന്നത ബഹുമതികൾ ഇന്ത്യയുടെ പുതിയ ആഗോള നിലപാടിന് അടിവരയിടുന്നു. അദ്ദേഹത്തിന് ലഭിച്ച പ്രധാന പുരസ്കാരങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് 6 ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് 5ഉം അവയുടെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ നൽകി പ്രധാനമന്ത്രി മോദിയെ ആദരിച്ചു. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ആഗോള രാഷ്ട്രത്തലവനായി അദ്ദേഹം മാറി. ദി ഫസ്റ്റ് ക്ലാസ് ഓഫ് ദി ഓർഡർ ഓഫ് ഒമാൻ, ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ, ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ ഓഫ് കുവൈറ്റ്, ഓർഡർ ഓഫ് ദി മോസ്റ്റ് ആൻഷ്യന്റ് വെൽഫ്രിയ മിറാബിലിസ് Namibia, Grand Collar of the National Order of Southern Cross from Brazil, Order of the Republic Trinidad and Tobago, Officer of the Order of the Star of Ghana, Grand Cross of the Order of Macarius III from Cyprus. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ഈ പരമോന്നത ബഹുമതികളുടെ നീണ്ട നിര പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തോടും ഇന്ത്യയുടെ നയങ്ങളോടുമുള്ള ലോകരാജ്യങ്ങളുടെ അഗാധമായ ബഹുമാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു രാഷ്ട്രത്തലവൻ ആദ്യമായി ഒരു രാജ്യം സന്ദർശിക്കുമ്പോഴോ ദശാബ്ദങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം എത്തുമ്പോഴോ അത് നയതന്ത്ര രംഗത്തെ നിശ്ചലാവസ്ഥ ഭേദിക്കുകയും സഹകരണത്തിന്റെ പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യുന്നു. അത്തരം സന്ദർശനങ്ങൾ പരസ്പര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലുള്ള ഒരു രാജ്യത്തിന്റെ ആത്മാർത്ഥമായ താൽപര്യത്തെയാണ് പ്രകടമാക്കുന്നത്. പ്രധാനമന്ത്രി മോദിയുടെ വിദേശയാത്രകൾ ഇത്തരത്തിലുള്ള നിരവധി ചരിത്രപരമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ആദ്യമായി സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതുവരെ ഒരു പ്രധാനമന്ത്രിയും സന്ദർശിച്ചിട്ടില്ലാത്ത പല രാജ്യങ്ങളിലും മോദി എത്തിച്ചേർന്നു. ഇത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ഇത്തരം രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇസ്രയേൽ, പാലസ്തീൻ, ബഹ്റിൻ, പപ്പുവ ന്യൂഗിനിയ, റുവാണ്ട. ദശാബ്ദങ്ങൾക്ക് ശേഷമുള്ള സന്ദർശനം. 3 പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ സന്ദർശിക്കാത്ത പല രാജ്യങ്ങളുമായുള്ള ബന്ധം പുനരുജ്ജീവിപ്പിക്കാൻ മോദിയുടെ യാത്രകൾക്ക് സാധിച്ചു. UAE, മൊസാംബിക്, സീഷെയിൽ, സ്വീഡൻ, ജോർദാൻ. പ്രത്യേകിച്ച് 37 വർഷത്തിന് ശേഷം ജോർദാനിൽ നടത്തിയ സന്ദർശന വേളയിൽ അവിടുത്തെ കിരീടാവകാശി അൽ ഹുസൈൻ ബിൻ അബ്ദുള്ള രണ്ടാമൻ പ്രധാനമന്ത്രി മോദിക്കായി നേരിട്ട് കാറോടിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന്റെ പ്രതീകമായി മാറി. ദശാബ്ദങ്ങളുടെ നയതന്ത്ര നിശബ്ദത ഭേദിച്ചും ആശയവിനിമയത്തിന്റെ പുതിയ പാതകൾ തുറന്നും ഈ സന്ദർശനങ്ങൾ സ്ഥാപിത ലോകശക്തികളുമായി സ്വന്തം നിബന്ധനകളിൽ കൂടുതൽ ദൃഢമായി ഇടപെടാൻ ഇന്ത്യക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്നു. പ്രധാനമന്ത്രി മോദിയുടെ വിദേശ നയത്തിന്റെ ഒരു അടിസ്ഥാന ശില ബഹുമുഖ സഹകരണം, മൾട്ടി അലൈൻമെന്റ് എന്ന തത്വമാണ്. ഇത് നടപ്പിലാക്കുന്നതിന് ലോകത്തിലെ പ്രമുഖ സാമ്പത്തിക സൈനിക ശക്തികളുമായി നിരന്തരമായ ഉന്നതതല ഇടപെടലുകൾ ആവശ്യമാണ്. ഈ രാജ്യത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആവർത്തിച്ചുള്ള സന്ദർശനങ്ങൾ യാദൃശ്ചികമായിരുന്നില്ല, മറിച്ച് ആഗോള തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഘടനകളിൽ ഇന്ത്യയെ ആഴത്തിൽ ഉൾച്ചേർക്കുന്നതിനുള്ള ഒരു കണക്കുകൂട്ടിയ തന്ത്രമായിരുന്നു. പ്രധാനമന്ത്രി 2014 മുതൽ 2025 വരെ US-ൽ 10 തവണ സന്ദർശനം നടത്തി. ഫ്രാൻസിലാകട്ടെ 8 തവണ, ജപ്പാനിൽ 8 തവണ, റഷ്യയിൽ 7 തവണ, UAE-യിൽ 7 തവണ, ചൈനയിൽ 6 തവണ, ജർമ്മനിയിൽ 6 തവണ. ഈ നയതന്ത്ര ബന്ധങ്ങൾ കേവലം പ്രതീകാത്മകമായിരുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ ആഭ്യന്തര പരിവർത്തനം ലക്ഷ്യമിട്ടുള്ള ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിരുന്നു. പ്രധാനമന്ത്രി മോദിയുടെ വിദേശ നയത്തെ അദ്ദേഹത്തിന്റെ ആഭ്യന്തര അജണ്ടയിൽ നിന്ന് വേർതിരിച്ച് കാണാനാവില്ല. വികസിത് ഭാരത് അഥവാ വികസിത ഇന്ത്യ എന്ന ദേശീയ ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ഉപകരണമായാണ് അന്താരാഷ്ട്ര നയതന്ത്രത്തെ അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഓരോ വിദേശ സന്ദർശനവും ഇന്ത്യക്ക് ഗുണകരമാവുന്ന രീതിയിൽ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. ഈ കാഴ്ചപ്പാടിന്റെ വ്യക്തമായ ഉദാഹരണമാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. ആഗോള സഹകരണത്തിലൂടെ ഇന്ത്യയുടെ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്താനും രാജ്യത്തെ സ്വാശ്രയത്വത്തിലേക്ക് നയിക്കാനും ഇത് സഹായിച്ചു. ഒരു കാലത്ത് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യ ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനായിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് സാമ്പത്തിക രംഗത്തുണ്ടായ കുതിപ്പ്. ഈ പരിവർത്തനം ആഭ്യന്തരമായി മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിലും വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി മോദിയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന് ലോകമെമ്പാടും ലഭിക്കുന്ന സ്വീകാര്യത
മറ്റ് ചില ലോക നേതാക്കൾക്കിടയിൽ രാഷ്ട്രീയമായ അസ്വസ്ഥതകൾക്ക് കാരണമായിട്ടുണ്ട്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടാനായി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. മോഡിക്ക് ലഭിക്കുന്ന ആഗോള അംഗീകാരം പലപ്പോഴും ഇദ്ദേഹത്തെ ചൊടിപ്പിക്കുകയും ചെയ്തു. ഉലകം ചുറ്റും വാലിബൻ എന്ന് പ്രതിപക്ഷം പരിഹസിച്ച ആദ്യ നാളുകളിൽ നിന്ന് 11 വർഷത്തെ നിരന്തരമായ നയതന്ത്ര ഇടപെടലുകളിലൂടെ ഇന്ത്യയുടെ സ്ഥാനം ലോകവേദിയിൽ ഉറപ്പിക്കാൻ പ്രധാനമന്ത്രി മോഡിക്ക് സാധിച്ചു. രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തിന് ഇത്രയധികം പിന്തുണ ലഭിക്കുന്നതിന്റെ കാരണങ്ങളും ഈ പരിവർത്തനത്തിൽ കണ്ടെത്താം. 11 വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ ശക്തമായ നയതന്ത്രം ആഗോള നിയമങ്ങൾ നിഷ്ക്രിയമായി സ്വീകരിക്കുന്ന രാജ്യമെന്ന നിലയിൽ നിന്ന് 21ാം നൂറ്റാണ്ടിലെ ലോകക്രമത്തെ സജീവമായി രൂപപ്പെടുത്തുന്ന ഒരു ശക്തിയായി ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ മാറ്റിവെച്ചു.